Good morning. Amateur Astronomy and Astrophysics എന്ന ഓപ്പൺ കോഴ്സിൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഇൻ ആസ്ട്രോണമി എന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റും? ചന്ദ്രനെയും കുറേ നക്ഷത്രങ്ങളെയും കാണാൻ പറ്റും. ഇനി ഒരു അമാവാസി ദിവസമാണെങ്കിലോ നക്ഷത്രങ്ങളെ കാണാം, ചന്ദ്രനെ കാണാൻ പറ്റില്ല. നക്ഷത്രങ്ങളെ കൂടാതെ വേറെ എന്തെല്ലാം നമ്മൾ ആകാശത്ത് കാണാറുണ്ട്? ചില സമയത്ത് ചില പ്രകാശരശ്മികൾ വളരെ വേഗത്തിൽ മിന്നിമായുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ നക്ഷത്രങ്ങൾ ചിലത് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, ചിലവ നിശ്ചലമായി നിൽക്കുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട്. ഇതിൽ നമ്മുടെ ഗ്രഹങ്ങളും നമ്മുടെ ആകാശഗംഗയ്ക്ക് അപ്പുറത്തുള്ള പല നക്ഷത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവയിലേക്കൊക്കെയുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പകല് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെയാണ് കാണുന്നത്. സൂര്യനിലേക്ക് ഏകദേശം എത്ര ദൂരമുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് ഏകദേശം 14,90,00,000 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നക്ഷത്ര സമൂഹമാണ് ആൽഫ സെഞ്ചുറി. അതിലേക്കുള്ള ദൂരം 40,68,000,00,000 കിലോമീറ്റർ ആണ്. എത്ര വലിയൊരു സംഖ്യയാണത്! നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആസ്ട്രോണമിയിൽ ദൂരങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലെ ഒരു യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിനെയാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അത് ഏകദേശം 14,90,00,000 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഏകദേശം 15 കോടി കിലോമീറ്റർ ആയി പറയാം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് AU എന്ന സിമ്പൽ ഉപയോഗിച്ചാണ്. നമുക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റിനെ ഇങ്ങനെ നിർവചിക്കാം. The astronomical unit is defined as the average distance between the Earth and the Sun. It is approximately 150 million kilometer. അതായത് 1 AU is equal to 1.496 into 10⁸ കിലോമീറ്റർ. അതിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഏകദേശം 1.5 into 10⁻11 മീറ്റർ ആയി നമുക്ക് എഴുതാം. ഇനി സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ഒരു ഓബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റും മതിയാവില്ല. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലെ സണ്ണിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും അവസാനത്തെ പ്ലാനറ്റിലേക്കുള്ള ദൂരം, അതായത് നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരം ഏകദേശം 30 AU ആണ്. ഇനി നെപ്റ്റ്യൂൺ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് 30 AU മുതൽ ഏകദേശം 50 AU വരെ കൈപ്പർ ബെൽറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിനുശേഷം കുറച്ചു ഭാഗത്ത് ഇന്ററാക്ഷൻ സോൺ ആണ്. ഇനി ഏകദേശം ഒരു 5000 AU മുതൽ 55000 AU വരെ വിശാലമായി പരന്നു കിടക്കുകയാണ് ഊർട്ട് ക്ലൗഡ്. ഊർട്ട് ക്ലൗഡ് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ ഒരു സ്ഫെറിക്കൽ ആകൃതിയിലാണ് ചുറ്റിയിരിക്കുന്നത്. ഊർട്ട് ക്ലൗഡിനെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൽഫ സെഞ്ചുറി, അതായത് ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി. അവിടേക്കുള്ള ദൂരം 2 ലക്ഷം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കുറേ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവയിലേക്കുള്ള ദൂരം ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോടികളും കോടാനുകോടികളും ആസ്ട്രോണമിക്കൽ യൂണിറ്റിലേക്ക് എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് അത് എഴുതാൻ വീണ്ടും ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തുള്ള നക്ഷത്രങ്ങളുടെ ദൂരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ച് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇനിയും ഒരു പുതിയ യൂണിറ്റും കൂടെ കൊണ്ടുവരുന്നു. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിച്ച ദൂരമാണ്. ലൈറ്റിന്റെ വേഗത ഏകദേശം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 365.25 ഡേയ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് ലൈറ്റ് ഇയർ കാണാൻ പറ്റും. ലൈറ്റ് ഇയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലൈറ്റ് ഇയർ ഈസ് ദി ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ക്യാൻ ട്രാവൽ ഇൻ 1 year. ലൈറ്റ് മൂവ് ചെയ്യുന്ന വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് ഏകദേശം 10 ട്രില്യൺ കിലോമീറ്റർ
ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ it is 9.5 into 10 raised to 12 കിലോമീറ്റർ, അല്ലെങ്കിൽ അതിനെ മീറ്ററിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 9.5 into 10 raised to 15 മീറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഈ യൂണിറ്റ് ഉപയോഗിച്ച് സൗരയൂഥത്തിന്റെ പുറത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിനെ അടയാളപ്പെടുത്താം. നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെഞ്ചുറി നക്ഷത്ര സമൂഹത്തിലെ പ്രോക്സിമ സെഞ്ചുറിയാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അതിലേക്കുള്ള ദൂരം ഏകദേശം 4.2 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഇനി കുറച്ചും കൂടെ അകലെയായിട്ട് ഏകദേശം 5 ലൈറ്റ് ഇയേഴ്സിൽ ബെർണാഡ് സ്റ്റാർ, അതിനുശേഷം ലൂമൻ 16, ഏകദേശം ഒരു 8 ലൈറ്റ് ഇയേഴ്സിൽ സിറിയസ്, അതേപോലെ ഏകദേശം 9.8 ലൈറ്റ് ഇയേഴ്സിൽ റോസ് 154. ഇങ്ങനെ കുറെ സ്റ്റാറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ നിന്നും ദൂരേക്ക് പോവുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇനിയും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് thousands ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും അവിടേക്കുള്ള ദൂരം. ഇനി അതിലും ദൂരേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഗാലക്സികളിലെ നക്ഷത്രങ്ങളെ ദൂരം നമ്മൾ അളക്കുന്ന സമയത്ത് അത് 10,000 ലൈറ്റ് ഇയേഴ്സും അതിൽ കൂടുതലും ആവാം. അങ്ങനെ അടുത്തുള്ള ഗാലക്സികളെ ദൂരം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളും ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് വരുന്ന പ്രകാശത്തിന് ഭൂമിയിലെത്താൻ അത്ര വർഷങ്ങൾ എടുക്കും. ഉദാഹരണത്തിന് ബെറ്റൽഗീസ് എന്ന നക്ഷത്രം 1800 ലൈറ്റ് ഇയേഴ്സ് ഡിസ്റ്റൻസിലാണ്. അതായത് 1800 വർഷം മുമ്പ് ബെറ്റൽഗീസിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശരശ്മിയാണ് ഇവിടേക്ക് 1800 വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേരുന്നത്. ഏതെങ്കിലും ഒരു നക്ഷത്രം 2020 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണെങ്കിൽ അത്ര വർഷം സമയമെടുത്തിട്ടാണ് അവ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഇയർ ഉപയോഗിച്ച് നക്ഷത്രങ്ങളെ ദൂരം അളക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ
അടുത്തുള്ള ഗാലക്സികളിലേക്ക് ദൂരം അളക്കുമ്പോൾ ഈ ലൈറ്റ് ഇയർ എന്ന യൂണിറ്റ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. ഭൂമിയിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ ഗാലക്സി. അത് എത്രയോ മില്യൺസ് ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണ്. അതായത് അവിടെ നിന്ന് വരുന്ന പ്രകാശം എത്രയോ മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നത്. ഈ ഗാലക്സികളിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ഒരു യൂണിറ്റ് ആണ് പാഴ്സെക്. ഈ പാഴ്സെക് എന്ന യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റെല്ലാർ പാരലാക്സ് എന്താ എന്ന് മനസ്സിലാക്കണം. സ്റ്റെല്ലാർ പാരലാക്സിന്റെ പ്രത്യേകത കോണളവ് അളന്നെടുത്ത് അതുപയോഗിച്ച് ദൂരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് സ്റ്റെല്ലാർ പാരലാക്സ്. നമ്മളിവിടെ 61 സിഗ്നി എന്ന ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഈ മെത്തേഡ് വെച്ച് നമ്മൾ പറയുന്നത്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സൂര്യനും ഭൂമിയും. സൂര്യനെ ഭൂമി വലയം വയ്ക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്നും മുകളിലെ ഭാഗത്തെത്താൻ വേണ്ടിയിട്ട് 6 മാസം സമയമെടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ പൊസിഷനും ഏറ്റവും മുകളിലുള്ള പൊസിഷനും തമ്മിലുള്ള ദൂരം 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരിക്കും. ഇപ്പൊ സ്റ്റെല്ലാർ പാരലാക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ഏത് ഓബ്ജക്റ്റിലെ ദൂരാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ഇവിടെ നമ്മൾ 61 സിഗ്നി ആണ്. ഇവിടെ ജൂലൈയിൽ നമ്മൾ അവിടേക്കുള്ള ദൂരം മെഷർ ചെയ്തു. ആറ് മാസത്തിന് ശേഷം, അതായത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോണളവാണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്റ്റാറിന് 61 സിഗ്നിയെ ഇവിടെ നിന്നും വീക്ഷിച്ചു. ഇനി 6 മാസത്തിന് ശേഷം ജനുവരിയിൽ അതേ സ്റ്റാറിന്, നക്ഷത്രത്തിനെ വീക്ഷിച്ചു. ആ സമയത്ത്
ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ആംഗിളുകളും കോണുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ അളന്നെടുക്കുന്നു. ആ കോണളവിന്റെ പകുതിയെയാണ് നമ്മൾ പാരലാക്സ് ആയി പറയുന്നത്. അത് ഇവിടെ കാണിച്ചിട്ടുള്ള പി എന്ന ഈ ആംഗിള് ആയിരിക്കും പാരലാക്സ്. ഇനി ഈ പാരലാക്സും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും, അത് നമുക്കറിയാവുന്നതാണ്, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യനിൽ നിന്നും 61 സിഗ്നിയിലേക്കുള്ള ദൂരം അളന്നെടുക്കാം. മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സൂര്യനിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളന്നെടുക്കാൻ കഴിയും. ഇനി ഇവിടെ വേറൊരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി ഇതേ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഇവിടെ ഉണ്ടാവുന്ന കോണളവ് ഒരു സെക്കൻഡ്, കോണളവിൽ നിങ്ങൾ ഡിഗ്രി കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഡിഗ്രി എന്ന കോണളവിനെ 60 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിലെ ഒരു ഭാഗം 1 മിനിറ്റ് ആയിരിക്കും. മിനിറ്റിനെ 60 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഒരു ഭാഗം സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ഈ നക്ഷത്രത്തിലേക്കുള്ള ഈ കോണളവ്, പി എന്ന കോണളവ് 1 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് ആ നക്ഷത്രത്തിലേക്കുള്ള ദൂരത്തിനെയാണ് പാർസെക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു. കോണളവ് 1 സെക്കൻഡ് ആവുന്ന സമയത്ത് നക്ഷത്രത്തിൽ നിന്ന് സൂര്യനിലേക്ക് ഉണ്ടാവുന്ന ദൂരമാണ് ഒരു പാർസെക്കൻഡ്. അതിനെ നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പാർസെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് d is equal to 1 divided by p ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഈ രൂപത്തിൽ പറയാം. 1 parsec is the distance between our sun and some other astronomical object which has an angle of 1 arc second. അല്ലെങ്കിൽ it is the distance at which the radius of Earth's revolution makes an angle of 1 arc second. അങ്ങനെയാണെങ്കിൽ a star at a distance of 1 parsecond would have a parallax of 1 second, or we can say that
The distance of an object in parsecond is the reciprocal of its parallax in seconds of arc. പാർസെക്കൻഡിനെ നമ്മൾ കിലോമീറ്ററിൽ എഴുതുകയാണെങ്കിൽ it is equal to 3.09 into 10 raised to 13 kilometer അല്ലെങ്കിൽ 3.09 into 10 raised to 16 meter. ഇനി നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രോക്സിമ സെഞ്ചുറിയിലേക്കുള്ള ദൂരം പാർസെക്കൻഡിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 1.3 പാർസെക്കൻഡ് ആയിരിക്കും. പാർസെക്കൻഡ് എന്ന ഡിസ്റ്റൻസ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റാറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 1 സെക്കൻഡ് ആണെങ്കിൽ അതിൽ നിന്ന് ആ നക്ഷത്രത്തിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമായിരിക്കും 1 പാർസെക്കൻഡ്. പാർസെക്കൻഡും ലൈറ്റ് ഇയറും തമ്മിലുള്ള ബന്ധം 1 പാർസെക്കൻഡ് മസ്റ്റ് ബി ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. ഇനി 1 into 10 raised to 6 പാർസെക്കിനെ ഒരു മെഗാ പാർസെക് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 യൂണിറ്റ് ആണ് ആസ്ട്രോണമിയിൽ ഉപയോഗിക്കുന്നത്. അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ ആൻഡ് പാർസെക്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലൈറ്റ് ഇയർ LY എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പാർസെക് PC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ച് സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളിലേക്കുള്ള ദൂരം AU വെച്ച് നമുക്ക് ഈ രൂപത്തിൽ അടയാളപ്പെടുത്താം. മെർക്കുറിയിലേക്ക് 0.387 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. വീനസിലേക്ക് 0.722 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇനി മാർസിലേക്ക് 1.52 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി ജൂപ്പിറ്റർ 5.2 AU, സാറ്റേൺ 9.58 AU, യുറാനസ് 19.2 AU, and the last Neptune 30.1 AU. സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.